എറണാകുളം വാരാപ്പുഴയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വാരാപ്പുഴ സ്വദേശി ജോഷി TS ആണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ആമ്പല്ലൂർ സ്വദേശി സുധീഷാണ് മരിച്ചത്. അപകടം പിക്കപ്പ് വാനിന്റെ ടയർ മാറ്റുന്നതിനിടെ ലോറി ഇടിച്ചു. ആലപ്പുഴയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. മരിച്ചത് സ്കൂട്ടർ യാത്രക്കാരനായ ഹരിപ്പാട് സ്വദേശി അബ്ദുൽ ഖാദർ. അപകടം ദേശീയപാതയിൽ കരിയിലക്കുളങ്ങര മാളിയേക്കൽ ജംഗ്ഷന് സമീപം. തൃശൂർ വരാക്കര ചുക്കിരിക്കുന്നിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ചുക്കിരിക്കുന്ന് സ്വദേശി ജോയ്സനാണ് പരിക്കേറ്റത്. റോഡിലേക്ക് തെറിച്ചു വീണ ജോയ്സനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പൻ. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ തുരത്താനുള്ള അധികാരം കർഷകർക്ക് നൽകണമെന്നും പ്രതികരണം. തിരുവനന്തപുരം വാമനപുരം മണ്ഡലത്തിൽ വ്യവഹാരരഹിത ഗ്രാമ പദ്ധതിക്ക് തുടക്കമായി. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ബാലരാമപുരം ജുമാ മസ്ജിദിൽ മദ്യപിച്ചെത്തിയ യുവാവിനെ വിശ്വാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കുടങ്ങാവിള സ്വദേശി സന്തോഷിനെയാണ് പോലീസ് കൈമാറിയത്. തൃശൂർ മരിയാപുരം സെന്റ് ജോൺ ബോസ്കോ ഇടവക പള്ളിയിലെ തിരുനാളിന് തുടക്കമായി. ഫാദർ നോബി അമ്പൂക്കൻ കുടിയേറ്റ് കർമ്മം നിർവഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.